മരണവും ക്രിസ്തുവിലുള്ള ജീവനും. The death through Adam and life through Jesus Christ. ആദാമിൽ നാം എല്ലാവരും മരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ നാം എല്ലാവരും ജീവിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആ ആശയം ഒന്ന് വിശദീകരിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. ആദാമിൽ നാം മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നാം ജീവിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 12 ഓൺവേർഡ്സ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 13 മുതൽ അതിന്റെ അവസാനത്തെ വാക്യങ്ങൾ. 2 മഹത് വ്യക്തികളെയാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ വരച്ചു കാണിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പ്രതിനിധികളായ 2 വ്യക്തികൾ. ഒന്നാമത്തേത് ആദ്യ മനുഷ്യനായ ആദാമിനെ നാം കാണുന്നു. രണ്ടാമത്തെ വ്യക്തിയായിട്ട് അവസാനത്തെ ആദാം, അല്ലെങ്കിൽ നമുക്കറിയാം അത് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിലൂടെ എന്തൊക്കെയാണ് വന്നത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നാം കണ്ടു, ഏക മനുഷ്യനാൽ പാപം ഈ ലോകത്തിലേക്ക് വന്നു. പാപത്താൽ എന്ത് വന്നു എന്ന് ചോദിച്ചാൽ മരണം ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ പാപവും മരണവുമാണ് ഏക മനുഷ്യന്റെ ആദ്യ മനുഷ്യനായ ആദാമിലൂടെ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. മാത്രമല്ല, ഈ പാപത്താൽ ഒരു കാര്യം കൂടെ മനുഷ്യൻ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് അതിന്റെ 16-17 വാക്യങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. അത് ശിക്ഷാവിധി, പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. അപ്പോൾ ആദ്യ മനുഷ്യനായ ആദാമിലൂടെ ലഭിച്ചത് പാപവും മരണവും നിത്യശിക്ഷാവിധിയും ആണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു. അവസാനത്തെ ആദാം ആയ യേശുക്രിസ്തുവിലൂടെ എന്ത് വന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നീതി വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പാപമായിരുന്നു ആദാമിലൂടെ വന്നിരുന്നെങ്കിൽ നീതി കർത്താവായ യേശുക്രിസ്തുവിലൂടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. മരണമാണ് ആദാമിലൂടെ വന്നതെങ്കിൽ ജീവൻ യേശുക്രിസ്തുവിലൂടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. ശിക്ഷാവിധിയാണ് ആദാമിലൂടെ നമുക്ക് ലഭിച്ചതെങ്കിൽ നിത്യജീവൻ അല്ലെങ്കിൽ രക്ഷ, അതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ആദാമിലും യേശുക്രിസ്തുവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ആണ് ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മരണത്തോടുള്ള ബന്ധത്തിൽ ആദാമിലൂടെ മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരുപക്ഷെ ശാരീരിക മരണം മാത്രമാണ്. എന്നാൽ മരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വേർപാടാണ്. ഇറ്റ്സ് എ സെപ്പറേഷൻ. എന്തൊക്കെയോ തമ്മിൽ വേർപെടുന്ന ഒരു അവസ്ഥയാണ് മരണം എന്നുള്ളത്. ബൈബിളിൽ നാം പഠിക്കുകയാണെങ്കിൽ മരണത്തിന് 3 വശങ്ങൾ ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 3 രീതിയിലുള്ള മരണങ്ങളെ ബൈബിളിൽ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ആയിട്ടുള്ള മരണമാണ് ആത്മീയ മരണം. ഒരുപക്ഷെ പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയവും ഈ ആത്മീയ മരണമാണ്. ഒന്നാമത്തെ മരണം അത് ആത്മീയ മരണം, രണ്ടാമത്തെ മരണം അത് ശാരീരിക മരണം, മൂന്നാമത്തെ മരണം അത് നിത്യമരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരണത്തിന്റെ 3 വശങ്ങൾ: ഒന്ന് ആത്മീയ മരണം, രണ്ടാമത് ശാരീരിക മരണം, മൂന്നാമതായിട്ട് നിത്യമരണം. ഇതിൽ ശാരീരിക മരണത്തെയാണ് പൊതുവെ ഒന്നാം മരണമെന്നും നിത്യമരണത്തെ രണ്ടാം മരണമെന്നുമാണ് ബൈബിൾ പേർ കൊടുത്ത് വിളിക്കുന്നത്. ശാരീരിക മരണത്തെ ഒന്നാം മരണമെന്നും നിത്യമരണത്തെ ആണ്
രണ്ടാം മരണം എന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആദാമിന്റെ വഴിയും ക്രിസ്തുവിന്റെ വഴിയും നാം ഒന്ന് ദർശിക്കുക. ആദാമിന്റെ വഴി എന്ന് പറഞ്ഞാൽ അവൻ ജീവനുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും അവൻ പാപം ചെയ്തത് നിമിത്തം നാം ചിന്തിക്കുകയുണ്ടായി അവന്റെ ശരീരത്തിനല്ല മരണം സംഭവിച്ചത്, മറിച്ച് ആദ്യം സംഭവിച്ചത് അവന്റെ ആത്മാവിനാണ് മരണം സംഭവിച്ചത്. അപ്പോൾ ആത്മാവിന് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ളൊരു വേർപാടാണ്. ഇറ്റ്സ് എ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ആത്മാവാകുന്ന ദൈവവും ആദാമിന്റെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവുമായിട്ടുള്ള ഒരു വേർപാടാണ് ഒന്നാമതായിട്ട് അവിടെ സംഭവിച്ചത്. അതാണ് ആത്മീയ മരണം. നാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി, നാം ചിന്തിച്ചു, നീ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ തിന്ന നാളിൽ അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ പാപം ചെയ്ത നാളിൽ അവിടെ സംഭവിച്ചത്, അവിടെ ആത്മീക മരണം ആണ് അവിടെ സംഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ആത്മീയ മരണത്തിന്റെ പ്രതിഫലം എന്നോണമാണ് മനുഷ്യരുടെ അടുത്തേക്ക് ശാരീരിക മരണവും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയ മരണം അത് ശാരീരിക മരണത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആത്മീക മരണത്തിൽ തുടരുകയും ആ ശാരീരിക മരണത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വെച്ചിട്ടുള്ളതാണ് നിത്യമരണം എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആദാമിന്റെ വഴി അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ പൊതുവെയുള്ള വഴി എന്ന് പറഞ്ഞാൽ അവൻ ആത്മീകമായി മരണപ്പെട്ടവനാണ്, അവന് ശാരീരിക മരണം സംഭവിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിത്യമരണം അവിടെ ദൈവം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഇതിൽ പ്രത്യാശയുള്ള വിഷയം, നമുക്ക് ഓരോരുത്തർക്കും ഇതേ വഴിയായിരുന്നു നമുക്ക് വെച്ചിരുന്നെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഈ ശാരീരിക മരണത്തിൽ സംഭവിക്കുന്നതിന് മുൻപേ ആർക്കെങ്കിലും ജീവനിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വാതിൽ ഒരുക്കുകയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആത്മീയ മരണം സംഭവിച്ച ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവന് ആത്മീയ ജനനം വീണ്ടും സംഭവിക്കുകയാണ്, ആത്മീയ ജീവൻ അവനിൽ ഉണ്ടാകുകയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള വീണ്ടും ഒരു ബന്ധം. മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണെങ്കിൽ അവന്റെ ജനനത്തിൽ സംഭവിക്കുന്നത് ആത്മീയ ജീവൻ അവന് ലഭിക്കുമ്പോൾ ദൈവത്തോട് വീണ്ടുമുള്ള ഒരു ബന്ധം അവന് ലഭിക്കുകയാണ്. അപ്പോൾ ആത്മീയമായി മരിച്ചിരുന്ന മനുഷ്യർക്ക് യേശുക്രിസ്തുവിന്റെ വഴിയിലൂടെ വീണ്ടും ജനനം ലഭിക്കുകയും അവന്റെ ആത്മാവ് ജനിക്കുകയും ഒരുപക്ഷെ അവന് ശാരീരികമായി മരണം വീണ്ടും ഉണ്ടെങ്കിലും അവന് നിത്യജീവൻ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിത്യ മരണമല്ല, മറിച്ച് നിത്യജീവൻ അവന് ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ഈ മരണത്തെ പറ്റി അല്പമായിട്ട് ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും. ആത്മീയ മരണം നാം ചിന്തിക്കുകയുണ്ടായി. ആത്മീയ മരണത്തിന്റെ ആ പ്രയോഗം നമ്മൾ പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ ഭാഗത്തിൽ നമുക്ക് എവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. നമ്മുടെ ആത്മീക അവസ്ഥ പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു നാം എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതേ കാര്യം പറയുന്നുണ്ട്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ. അവിടെയൊക്കെ മരണം എന്ന് പറയുന്നുണ്ട്. ആ മരണം ശാരീരിക മരണം അല്ല, മറിച്ച് ആത്മീക മരണം, ആത്മാവിന്റെ മരണം. മനുഷ്യന്റെ ആത്മാവിന് ദൈവാത്മാവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ആത്മീക മരണം എന്ന് കാണിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യം പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം, കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13, 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. മരിച്ചവരായിരുന്ന, അവിടെയും ഒരു മരണത്തെ പറ്റി പറയുന്നുണ്ട്. അത് ശാരീരിക മരണമല്ല, മറിച്ച് ആത്മീക മരണമാണ്. മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ മരണത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ദൈവവുമായിട്ട് യാതൊരു കൂട്ടായ്മ ബന്ധവും സാധ്യമല്ല. ആത്മീകമായി മരിച്ച മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല. അവന് ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആത്മീയമായി മരിച്ച വ്യക്തിക്ക് ദൈവിക സത്യങ്ങൾ
ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവന്റെ ആത്മാവ് പ്രവർത്തന രഹിത അവസ്ഥയിലാണ്. മാത്രമല്ല അങ്ങനെയുള്ള മനുഷ്യൻ പാപത്തിന് അടിമയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ആത്മീയ മരണത്തിന്റെ ഫലമാണ് ശാരീരിക മരണം. നമുക്കറിയാം ആദാം ആദ്യം ആത്മീകമായി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ആത്മീകമായുള്ള മരണത്തിന്റെ ഫലമാണ് ശാരീരികമായിട്ടുള്ള മരണം. അപ്പോൾ ആദാം ഏകദേശം 900ഓളം വർഷങ്ങൾ ജീവിച്ചിരുന്നതിന് ശേഷമാണ് അവന്റെ ആത്മീക മരണം അവന്റെ ശരീരത്തിലേക്ക് പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏകദേശം 900 വർഷങ്ങൾക്ക് ശേഷം, അത്രയും നാൾ അവൻ ജീവിച്ചിരുന്നതിന് ശേഷമാണ് അവന് ശാരീരിക മരണം സംഭവിച്ചതായിട്ട് നാം കാണുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം അത് വായിക്കുകയുണ്ടായി. ആദാം മുതൽ മോശ വരെ മരണം വാണു എന്ന് നാം അവിടെ കാണുന്നു. അത് ശാരീരിക മരണമാണ്. അപ്പോൾ ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം നാം ദൈനംദിന ജീവിതത്തിൽ അനേകം പേരുടെ മരണവും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം അത് ഭൂമിയിലേക്ക് മടങ്ങുന്നു. നമുക്കറിയാം, സഭാപ്രസംഗ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ശലോമോൻ അത് പറയുന്നുണ്ട്. പൊടി പണ്ടായിരുന്നത് പോലെ അത് മണ്ണിലേക്ക് തിരികെ ചേരുന്നു, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുന്നു. അപ്പോൾ ദേഹം ഭൂമിയിലേക്ക് മടങ്ങുന്നു, അത് മണ്ണായിത്തീരുന്നു. ആത്മാവും ദേഹിയും ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. അപ്പോൾ അവിടുത്തെ വേർപാട് എന്താണ്? ശാരീരിക മരണത്തിൽ സംഭവിക്കുന്ന വേർപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും അല്ലെങ്കിൽ ദേഹത്തിൽ നിന്ന് ആത്മാവും ദേഹിയും വേർപെടുന്നതിനെയാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മാവിനെയും ദേഹിയെയും ശരീരത്തിൽ എപ്പോഴാണോ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുന്നത്, ആ ഒരവസ്ഥയിലാണ് ശാരീരിക മരണം സംഭവിക്കുന്നത്. അപ്പോൾ പൊടി പണ്ടായിരുന്ന പോലെ മണ്ണിലേക്ക് തിരികെ ചേരുന്നു, എന്നാൽ ആത്മാവ് ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്, ദൈവത്തിന്റെ കയ്യിലേക്ക് ആത്മാവ് പോവുകയാണ്. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവ്, രക്ഷിക്കപ്പെട്ടവരുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ശരീരം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടാലും അവരുടെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ആത്മാവ് ജീവനുള്ള ആത്മാവായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാവ് അത് ന്യായവിധിക്കായി, ശിക്ഷാവിധിക്കായി കാത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം ആത്മീയ മരണത്തെ പറ്റി ചിന്തിച്ചു, രണ്ടാമത്തെ ശാരീരിക മരണത്തെ പറ്റി ചിന്തിച്ചു. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മരണമാണ് നിത്യമരണം അല്ലെങ്കിൽ രണ്ടാം മരണം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്. ഒന്നാം മരണം അത് ശാരീരിക മരണമായിരിക്കുമ്പോൾ രണ്ടാം മരണം അത് നിത്യമരണമാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്നുമുള്ള എന്നേക്കുമായിട്ടുള്ള വേർപാടാണ് ഈ നിത്യമരണം അല്ലെങ്കിൽ രണ്ടാം മരണം. നിത്യശിക്ഷാവിധിയുടെ ഒരു അനുഭവമാണ് ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം മരണവും രണ്ടാം മരണവും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാം മരണം ശരീരത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്നുവെങ്കിൽ രണ്ടാം മരണം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള ഒരു വേർപാടാണ് രണ്ടാം മരണം. ഒന്നാം മരണം അത് എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും സംഭവിക്കുന്നുവെങ്കിൽ രണ്ടാം മരണം ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. അത് രക്ഷിക്കപ്പെടാത്തവർക്ക് ഉള്ളതാണ് രണ്ടാമത്തെ മരണം. രക്ഷിക്കപ്പെട്ടവർക്ക് രണ്ടാം മരണത്തിന്റെ അവസ്ഥയില്ല, രക്ഷിക്കപ്പെടാത്തവർക്കാണ് രണ്ടാം മരണം എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ രണ്ടാം മരണം പറയുന്ന 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, റെവലേഷൻസ് ചാപ്റ്റർ 20, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. ഇത് നാം കഴിഞ്ഞ നാളുകളിൽ വളരെ വിശദമായിട്ട് പ്രിയ സാംസനങ്ങൾ തന്നെ ക്ലാസ് എടുക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ നമുക്കവിടെ രണ്ടാം മരണം, ആത്മാവിനുള്ള മരണം, നിത്യമരണത്തെ പറ്റി ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 14-ാം വാക്യം, റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 14, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക ഒന്നാമത്തെ മരണമല്ല, രണ്ടാമത്തെ മരണം. 15-ാം വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ആ തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം അത് നിത്യമായിട്ട്
ദൈവത്തിൽ നിന്നുള്ള ഒരു വേർപാടാണ് നിത്യമരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടുകയും ആ തീപ്പൊയ്കയിലേക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കാത്ത ആത്മാക്കളെയൊക്കെയും അവിടെ തള്ളിയിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ മരണം. വെളിപ്പാട് പുസ്തകം തന്നെ 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലും ഈ രണ്ടാമത്തെ മരണത്തെ പറ്റി അവിടെ കാണുന്നുണ്ട്. അവിടെ എന്നാൽ റെവലേഷൻ ചാപ്റ്റർ 21:8 എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം ശാരീരിക മരണമല്ല, മറിച്ച് ദൈവവുമായിട്ട് നിത്യമായിട്ടുള്ള ഒരു വേർപാടാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി ആത്മീയമായിട്ടുള്ള മരണം. ഒന്നാമത്തെ മരണം ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്ന് മാറുന്നു. രണ്ടാമത്തെ അതിന്റെ ഫലമായി ശാരീരിക മരണം മനുഷ്യന് വരുന്നു. ആത്മാവും ദേഹിയും ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവസ്ഥയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവ്, രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാവ് ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. നിത്യമരണം എന്നേക്കുമുള്ള ഒരു വേർപാടാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ക്രിസ്തുവിലൂടെ എന്താണ് സംഭവിച്ചത് എന്നും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 Corinthians chapter 15 verse 45 ഇന്നലെ നമ്മൾ വായിച്ച ബൈബിൾ ക്ലാസ്സിനോട് ബന്ധത്തിൽ നാം വായിച്ച ഒരു വാക്യമാണ്. 1 Corinthians chapter 15 verse 45. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യമാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഒടുക്കത്തെ ആദാം, നമുക്കറിയാം ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാണ് നാം അവിടെ കാണുന്നത്. ഒടുക്കത്തെ ആദാം അത് ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ ആദാമിനാൽ മരണം വന്നുവെങ്കിൽ ക്രിസ്തുവിനാൽ അവന്റെ ആത്മാവിന് ജീവൻ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനാൽ പാപം വന്നുവെങ്കിൽ ക്രിസ്തുവിനാൽ നീതി വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനിലൂടെ ലഭിച്ചത് മരണം, ആത്മീയ മരണം, ശാരീരിക മരണം ആയിരുന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചത് വീണ്ടും ജനനവും നിത്യജീവനും ആണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മീയ മരണത്തെ തോൽപ്പിച്ചവനാണ്, ആ മരണത്തെ ജയിച്ചവനാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിച്ചത്? രക്ഷിക്കപ്പെടുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ഈ വഴിയിലേക്ക് നാം വരികയാണ്. മരിച്ച ആത്മാവ് ജീവനുള്ളതായി ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെടുന്ന ഒരു അവസരമാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം ഒന്നാമത്തെ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എങ്കിൽ ഒടുക്കത്തെ ആദാം അത് ജീവിപ്പിക്കുന്ന ആത്മാവായി, നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുന്ന ആത്മാവായി കർത്താവായ യേശു ക്രിസ്തു ആയി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ആ നിലയിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ആര് അഭയം പ്രാപിക്കുന്നു അവരുടെ ആത്മാവ് പുനർജനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു, വീണ്ടും ജനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാം മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. രണ്ടാം മരണമായ നിത്യമരണത്തിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, റെവലേഷൻസ് ചാപ്റ്റർ 20 വേഴ്സ് 6. അവിടെ നാം എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അവിടെ രണ്ടാം മരണത്തിന് അവിടെ അവകാശമില്ല. ആർക്കാണ്? യേശു ക്രിസ്തുവിലൂടെ രക്ഷ അനുഭവിക്കുന്നവർ. പ്രിയ മക്കളെ, എത്ര വലിയ അഗാധമായിട്ടുള്ള സത്യമാണ് നമുക്ക് ദൈവജനത്തിലൂടെ വെളിപ്പെടുത്തി നൽകി. നാം മരിച്ചവരായിരുന്നു, ആത്മീയമായി മരിച്ചവരായിരുന്നു, ശാരീരികമായി നാം മരിക്കേണ്ടിയവരാണ്.
എന്നാൽ നാം നിത്യമരണത്തിലേക്ക് പോകുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ ശാരീരിക മരണത്തിന് മുൻപ് തന്നെ നമ്മുടെ ആത്മാവ് ജീവനുള്ള അവസ്ഥയിലേക്ക് നാം കടന്നു വരണം. നമ്മുടെ ആത്മാവ് ജീവനുള്ള അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് ആ പുതുജനനം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന ആ നിലയിൽ യഥാർത്ഥമായിട്ട് പുതുജനനം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിത്യനാശത്തെ ഓർക്കുവാനും അവരുടെ രണ്ടാം മരണത്തെ പറ്റി ഒന്ന് ചിന്തിക്കുവാനും ആ നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.